റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി വി അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, കോടതി നിർദ്ദേശപ്രകാരം ഉത്തരവ് വീണ്ടും സർക്കാരിനെതിരായതിനു ശേഷം പുതുക്കിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് സർക്കാർ. എങ്ങനെയാണ് വിശദാംശങ്ങൾ? അല്പസമയം മുമ്പാണ് കീം എൻട്രൻസ് ഫലം പ്രസിദ്ധീകരിച്ചത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് തിരുത്തൽ ഉണ്ടായ ശേഷം സർക്കാർ പഴയ സ്കീം പ്രകാരമുള്ള ഫലമാണ് പ്രഖ്യാപിച്ചത്. അതിൽ 76,230 പേർ യോഗ്യത നേടി. നേരത്തെയും ഇതേ എണ്ണം വിദ്യാർത്ഥികളാണ് യോഗ്യത നേടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമുള്ളത് സംസ്ഥാന സിലബസിലെ കുട്ടികൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു നേരത്തെയുള്ള ഫലത്തിൽ. പക്ഷേ ഇപ്പോൾ വലിയ തിരിച്ചടിയായി സംസ്ഥാന സിലബസിലെ കുട്ടികൾക്ക് പുതിയ ഫലം മാറുന്നു. ആദ്യ 100 റാങ്കിൽ സംസ്ഥാന സിലബസിൽ പഠിച്ചവർ 21 പേർ മാത്രമാണ്. നേരത്തെ 43 പേർ സംസ്ഥാന സിലബസിൽ പഠിച്ചവർ ഈ ആദ്യ 100 റാങ്കിൽ ഉൾപ്പെട്ടിരുന്നു. അതായത് മുന്നിലെത്തിയിരുന്നു. ഒന്നാം റാങ്ക് തിരുവനന്തപുരം കവടിയാർ സ്വദേശിയായ ജോഷുവ ജേക്കബ് തോമസിനാണ്. കവടിയാർ സ്വദേശിയാണ് ജോഷുവ. 588.577 ഇതാണ് ജോഷുവയുടെ സ്കോർ. 600-ൽ അത്രയും മാർക്ക് ജോഷുവയ്ക്ക് ലഭിച്ചു. രണ്ടാം റാങ്ക് എറണാകുളം ചേറായി സ്വദേശി ഹരികൃഷ്ണ ബൈജുവിനാണ്. നേരത്തെയും ഹരികൃഷ്ണ ബൈജു നേരത്തെയുള്ള റിസൾട്ടിലും ഹരികൃഷ്ണ ബൈജു മുൻനിര റാങ്കിലേക്ക് എത്തിയിരുന്നു. മൂന്നാം റാങ്കും ഒരു ആൺകുട്ടിക്കാണ്. എമിൽ ഐസ് സക്കറിയ. എമിലും തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മുക്കോലക്കൽ സ്വദേശിയാണ്. നാലാം റാങ്ക് അഡിൽ സായനാണ്. മലപ്പുറം തിരുവങ്ങാടി സ്വദേശിയാണ് അഡിൽ. അഞ്ചാം റാങ്ക് അബ്ദൈദ് അയിനപ്പള്ളി, കർണാടക, ബംഗളൂരു അർബനിലുള്ള കർണാടക സ്വദേശിയാണ്. ആറാം റാങ്ക് അനന്യ രാജീവ്, അതും കർണാടകയിൽ നിന്നുള്ള കുട്ടിയാണ്. ഇത്തരത്തിൽ ആദ്യ റാങ്കുകളിൽ അതുപോലെ ആൺകുട്ടികൾ തന്നെയാണ് ഈ എൻട്രൻസ് എഞ്ചിനീയറിംഗ് ഫലത്തിൽ മുന്നിൽ വന്നിരിക്കുന്നത്. ഏതായാലും സംസ്ഥാന സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പ്രതീക്ഷിക്കപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് അത്തരത്തിൽ സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടി ഗുണം കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ പുതിയ രീതിയിൽ തമിഴ്നാട് മാതൃകയിൽ ഒരു ഫലപ്രഖ്യാപനത്തിലേക്ക് സ്കീം സ്വീകരിച്ച് പോയത്. 2011 പഴയ ഫോർമുല അനുസരിച്ച് ഈ ഫോർമുല മാറ്റിക്കൊണ്ട് തമിഴ്നാട് മാതൃകയുള്ള പുതിയ ഫോർമുലയിലേക്ക് മാറ്റിയത്. ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് വിഷയങ്ങളിൽ ഓരോ ബോർഡിലെയും ഏറ്റവും ഉയർന്ന മാർക്ക് ശേഖരിച്ച് മറ്റു ബോർഡിലെ 95 മറ്റുമായി താരതമ്യം ചെയ്തുള്ള ഒരു രീതിയിലേക്ക് പോയത്. പക്ഷെ അത് ഹൈക്കോടതിയിലെ 2 ബെഞ്ചുകൾ, ആദ്യം സിംഗിൾ ബെഞ്ചും പിന്നീട് ഡിവിഷൻ ബെഞ്ചും അത് സർക്കാർ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നു. പിന്നീട് അപ്പീൽ പോവുകയോ അല്ലെങ്കിൽ മറ്റു നിയമനിർമ്മാണത്തിലൂടെ സർക്കാർ നിലപാട് ശരിവെക്കുന്ന തരത്തിലേക്ക് പോകാതെ സർക്കാർ കോടതി വിധി അനുസരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്ന് തന്നെ ഫലം പ്രഖ്യാപിച്ചു. ഈ കുട്ടികളുടെ സാധ്യത, അതായത് ഉപരിപഠന സാധ്യതകൾ അടയാതിരിക്കാൻ, അവരുടെ ഭാവി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തീരുമാനമെന്നാണ് സർക്കാർ വൈകുന്നേരം മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയത്. അതനുസരിച്ചുള്ള ഫലവും അധികം വൈകാതെ സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാന സിലബസിലെ കുട്ടികൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു പുതിയ ഫലം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ 100 റാങ്കിൽ സംസ്ഥാന സിലബസിൽ പഠിച്ച 21 പേർ മാത്രം ആകുന്നു. നേരത്തെ 43 പേർ ഉൾപ്പെട്ട സ്ഥാനത്താണ് ഇപ്പോൾ 21ലേക്ക് എത്തുന്നത്. ഒന്നാം റാങ്ക് അടക്കം നേരത്തെ ഉണ്ടായിരുന്ന റിസൾട്ടിൽ നിന്ന് വ്യത്യാസമാണ്. ഒന്നാം റാങ്കിലടക്കം വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേരള സിലബസിൽ പഠിച്ചവരിൽ 1796 പേർ പുതിയ റാങ്കിൽ 5000 റാങ്കിനുള്ളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. CBSE സിലബസിൽ പഠിച്ചത് അത് 2960 പേരാണ്. ISC സിലബസിൽ പഠിച്ച 201 പേരും ഈ പുതിയ പട്ടിക ഉൾപ്പെട്ടിരിക്കുന്നു. മറ്റു സിലബസിൽ പഠിച്ച 443 പേരാണ് ഈ പുതിയ പട്ടിക 5000 റാങ്കിനുള്ളിൽ ഇടം നേടിയിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ CBSE സിലബസിൽ പഠിച്ച കുട്ടികൾ തന്നെ എത്തിയിരിക്കുന്നു. 2960 പേർ. കേരള സിലബസിൽ പഠിച്ച, സംസ്ഥാന സിലബസിൽ പഠിച്ച കുട്ടികളിൽ 1796 ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണോ സർക്കാർ ആശങ്കപ്പെട്ടത്, സർക്കാർ എന്തുകൊണ്ടാണോ പുതിയ രീതിയിലേക്ക് മാറാൻ കാരണം, അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഒരു ഫലമാണ് ഇപ്പോൾ ഈ പഴയ സ്കീമിൽ 2011 സ്കീമിൽ റിസൾട്ട് വരുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇനി ഇതിൽ മറ്റ് നടപടികളിലേക്കോ അല്ലെങ്കിൽ മറ്റ് കോടതി വ്യവഹാരങ്ങളിലേക്കോ പോകാൻ സാധ്യത ഉണ്ടോ എന്നാണ് ഏറ്റവും അറിയേണ്ടത്. ഏറ്റവും അധികം വിദ്യാർത്ഥികൾ
ടോപ്പ് 3 ഡിസ്ട്രിക്ട്സിൽ എറണാകുളം, തിരുവനന്തപുരവും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്നു. കോഴിക്കോട് 11 പേർ അതിൽ നിന്ന് വന്നിരിക്കുന്നു. അങ്ങനെ ഏതായാലും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഈ ഒരു സ്കീം മാറ്റാൻ തീരുമാനിച്ചോ, ആലോചിച്ചോ, അത് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാന സിലബസിലെ കുട്ടികൾ വലിയ രീതിയിൽ പിന്നോട്ട് പോയിരിക്കുന്നത്. അരുൺ, ഒരു കാര്യം, അതായത് ഈ റാങ്ക് നിലയിൽ മാറ്റം വന്നു, സ്റ്റേറ്റ് സിലബസ് കുട്ടികൾ പുറകോട്ട് പോയി എന്നതിനപ്പുറം തുടക്കത്തിൽ ആദ്യ പട്ടിക പ്രകാരം യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ യോഗ്യത നഷ്ടമായ ഒരു സാഹചര്യമുണ്ടോ ആർക്കെങ്കിലും? ഫലം 6000-ഓളം പേരുടെ ഫലം ആ രീതിയിൽ പരിശോധിക്കേണ്ടി വരും. ഏതായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഈ 5000 റാങ്കിനകത്ത് വന്നതിൽ മാത്രമല്ല, ആദ്യ 100 റാങ്കിൽ ഫസ്റ്റ് 100 റാങ്കിനുള്ള കുട്ടികളിലും 21 പേർ മാത്രമാണ് സംസ്ഥാന സിലബസിലുള്ളത്. CBSE സിലബസിലുള്ള 79 പേർ ലിസ്റ്റ് ഇടം പിടിച്ചിരിക്കുന്നു. ICSE സിലബസിൽ 4 പതിരില്ല. മറ്റ് സിലബസുകൾ, അതായത് ഈ CBSE സിലബസ് തന്നെയാണ് ആദ്യ 100 റാങ്കുകാരിലും മുന്നിൽ വന്നിരിക്കുന്നത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. യോഗ്യത നേടിയവരുടെ എണ്ണത്തിൽ മാറ്റമില്ല. കൃത്യം നേരത്തെ ഉള്ളതുപോലെ അതേ നമ്പർ തന്നെയാണ് ഇപ്പോഴും യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ റാങ്കുകളുടെ കാര്യം വലിയ മാറ്റം വന്നിരിക്കുന്നു. നേരത്തെ മുന്നിൽ വന്ന പലരും ഇപ്പോൾ പിന്നിലായിരിക്കുന്നു. അങ്ങനെ അത്തരത്തിൽ ആരെങ്കിലും ഈ പട്ടികയിൽ പുറത്തുപോയ കാര്യത്തിൽ താഴത്തെ റാങ്കോട് കൂടി സൂക്ഷ്മമായ പരിശോധന ആവശ്യമുള്ള കാര്യമാണ്. അതിപ്പോൾ നമുക്ക് ആ രീതിയിൽ വിലയിരുത്താൻ കഴിയുന്നതല്ല. ആര്യ. യെസ് അരുൺ, ഒരു കാര്യം കൂടി, അതായത് ഇനി സർക്കാർ തലത്തിൽ അപ്പീലുമായി മുന്നോട്ട് പോകില്ല എന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയ കാര്യമാണ്. വിദ്യാർത്ഥികൾക്ക് പക്ഷേ സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി പോകാനുള്ള നിയമസാധുത നിലവിലുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ പോകാം. പക്ഷെ അതിനാരും തയ്യാറാകുമെന്ന് ഉറപ്പില്ല. കാരണം ഈ ഒരു റാങ്ക് പട്ടികയ്ക്ക് അപ്പുറത്തേക്ക് ഈ അടുത്ത 14 മുമ്പ് പ്രവേശന പരീക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഈ സമയത്തിന് പൂർത്തിയാക്കാൻ കഴിയില്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഒരു വർഷം നഷ്ടമാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നിയമ നടപടിയിലേക്ക് ആരും പോകാറുണ്ട്. കേരള സിലബസിലാകെ 47,175 പേരാണ് ഈ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. യെസ്, വി അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കേരള സർക്കാർ ആദ്യം പുറത്തുവിട്ട കീം റാങ്ക് പട്ടിക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൂടി തള്ളിയ സാഹചര്യത്തിൽ പുതുക്കിയ റാങ്ക് പട്ടിക കോടതി നിർദ്ദേശപ്രകാരം ഉടനടി പുറത്തിറക്കിയിരിക്കുകയാണ് സർക്കാർ. അതിൽ പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് 1ാം റാങ്ക് അടക്കം റാങ്ക് നിലയിൽ, വിദ്യാർത്ഥികളുടെ റാങ്ക് നിലയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മുൻപന്തിയിലുണ്ടായിരുന്ന കേരള സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികളെല്ലാം പിന്നിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അപ്പീലുമായി മുന്നോട്ട് പോകില്ല എന്നുള്ളത് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയ കാര്യമാണ്. അതിനുശേഷം ഈ പ്രവേശന നടപടികൾ വൈകിപ്പിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തിടുക്കപ്പെട്ട ഇന്ന് തന്നെ ഇപ്പോൾ റാങ്ക് പട്ടിക പുറത്തുവിട്ടിട്ടുള്ളത്, പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സർക്കാർ. പക്ഷേ വിദ്യാർത്ഥികൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നിയമസാധുത മുന്നിലുണ്ട്. പക്ഷേ അത്തരത്തിലൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളത് ഇപ്പോൾ ആരും പ്രതികരിക്കുന്നില്ല ഈ ഘട്ടത്തിൽ.